രാഹുൽ ഗാന്ധിക്കെതിരെ CBI അന്വേഷണം ആവശ്യപ്പെട്ട് അലഹബാദ് ഹൈക്കോടതിയിൽ BJP നേതാവിന്റെ ഹർജി. ശ്രീ ശശി തരൂർ നരേന്ദ്രമോദിയുടെ ഏറ്റവും വലിയ ശക്തമായ വിമർശനം. Mr. Modi, he says, is like a scorpion sitting on a shivling. You cannot remove him with your hand and you cannot hit it with a chappal either. And if you think about it, that's a very, very profound understanding of the relationship. Because if you remove a scorpion with your hand, you'll get stung very badly. But if you hit a shivling with a chappal, then you've undermined all the sacred tenets of the faith that you hold and that the scorpion is sitting on. So ultimately, you live with it. ശിവലിംഗത്തിലിരിക്കുന്ന തേളാണ് ശ്രീ നരേന്ദ്രമോദി എന്ന ശ്രീ ശശി തരൂരിന്റെ പരാമർശത്തിന് അദ്ദേഹത്തിന് ഡൽഹി ഹൈക്കോടതിയിൽ നിന്ന് ആശ്വാസം കിട്ടിയില്ല. അതൊരു ഡിഫമേഷൻ കംപ്ലൈന്റ് ആയിരുന്നു. പക്ഷേ സുപ്രീം കോടതിയിൽ നിന്ന് ശ്രീ ശശി തരൂരിന് ആശ്വാസം. നമസ്കാരം. ശ്രീ രാഹുൽ ഗാന്ധിക്കെതിരെ അലഹബാദ് ഹൈക്കോടതിയിൽ രാഹുൽ ഗാന്ധിയുടെ സിറ്റിസൺഷിപ്പുമായി ബന്ധപ്പെട്ട് ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ഫയൽ ചെയ്തിരിക്കുകയാണ്. അത് ഫയൽ ചെയ്തത് രാഹുൽ ഗാന്ധിയുടെ സിറ്റിസൺഷിപ്പിനെ കുറിച്ച് അന്വേഷണം വേണമെന്നും ആ സിറ്റിസൺഷിപ്പിനെ കുറിച്ചുള്ള കാര്യങ്ങളിൽ അദ്ദേഹത്തിന്റെ CBI അന്വേഷിച്ച ശേഷം അത് ക്യാൻസൽ തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞ് BJP കർണാടകത്തിലെ മെമ്പറും നേതാവുമായ S. വിഘ്നേഷ് ആണ് ശ്രീ രാഹുൽ ഗാന്ധിക്കെതിരെ അലഹബാദ് ഹൈക്കോടതിയിൽ മൂവ് ചെയ്തത്. ഇദ്ദേഹം ശ്രീ വിഘ്നേഷ് അവകാശപ്പെടുന്നത് അദ്ദേഹത്തിന് VSS ശർമ്മ എന്നു പേരിലുള്ള ഒരു കനേഡിയൻ സിറ്റിസണിൽ നിന്ന് ഔദ്യോഗികമായ കമ്മ്യൂണിക്കേഷൻ കിട്ടി. UK ഗവൺമെന്റ് രാഹുൽ ഗാന്ധിയുടെ ബ്രിട്ടീഷ് സിറ്റിസൺഷിപ്പിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ അദ്ദേഹം മറച്ചു വെക്കുകയാണ്. യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധി ബ്രിട്ടീഷ് സിറ്റിസൺ ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇത് ചെയ്തത്. കുറച്ച് കോൺഫിഡൻഷ്യൽ മെയിലും ഒക്കെ കോൺഫിഡൻഷ്യൽ മെയിൽ എന്ന് അവകാശപ്പെടുന്ന കുറേ കാര്യങ്ങളും ഇദ്ദേഹം കോടതിയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വ്യക്തി തന്നെ കഴിഞ്ഞ മാസം മറ്റൊരു PA-യിലും കൂടി മൂവ് ചെയ്തതാണ് രാഹുൽ ഗാന്ധിക്കെതിരെ. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ, ചീഫ് ഇലക്ടറൽ ഓഫീസർ, റിട്ടേണിംഗ് ഓഫീസർ റായ് ബറേലി അദ്ദേഹത്തിന്റെ ഇലക്ഷൻ സർട്ടിഫിക്കറ്റ് ക്യാൻസൽ ചെയ്യണമെന്നും മറ്റും പറഞ്ഞാണ് ചെയ്തത്. ലൈവ് ലോ ആണ് ഇത് കാര്യമായി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ലൈവ് ലോ ഇന്ത്യയിലെ നിയമ രംഗത്തെ ഏറ്റവും ക്രെഡിബിലിറ്റി ഉള്ള ഒരു റിപ്പോർട്ടിംഗ് സ്പേസാണ്. ഞാൻ അടക്കമുള്ള ഒരുപാട് യങ് ലോയേഴ്സ് അല്ലെങ്കിൽ നിയമത്തെ താല്പര്യമുള്ളവർ ലൈവ് ലോയിൽ നിന്നാണ് പഠിക്കുന്നത്. ലൈവ് ലോയ്ക്ക് ഒരു കേരള കണക്ഷനും ഉണ്ട്. അതിൻ്റെ ഒരു co-founder മലയാളി കൂടെയാണ്. ആ രീതിയിൽ ശ്രീ രാഹുൽ ഗാന്ധി സിറ്റിസൺഷിപ്പിന്റെ കാര്യങ്ങൾ വയലേറ്റ് ചെയ്തിരിക്കുന്നു എന്നാണ് അവകാശവാദം. ഇതൊക്കെ പലപ്പോഴും കോൺസ്പിറസി തിയറിയാണ്. ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റി വരുന്ന കാര്യങ്ങൾ അന്ധമായി വിശ്വസിച്ച് കൊടുക്കുന്നതാണ്. പക്ഷേ ഇത്തരത്തിലുള്ള ആൾക്കാർ പലപ്പോഴും നമ്മുടെ സമൂഹത്തിലുണ്ട്. അവരെ കൂടെ പറഞ്ഞ് തിരുത്തുകയും മാറ്റുകയും അല്ലാതെ വേറെ വഴിയില്ല. കോടതി എന്താണ് ഇതിൽ നിലപാടെടുക്കുക എന്നറിയില്ല. രണ്ട്, ശ്രീ ശശി തരൂറിന്റെ പരാമർശമാണ്. അത് ശ്രീ നരേന്ദ്രമോദിക്കെതിരെ, അത് ഇപ്പോഴൊന്നുമല്ല, ഇപ്പം വീക്കായി നിൽക്കുന്ന നരേന്ദ്രമോദിക്കെതിരെയല്ല, അതിശക്തനായ നരേന്ദ്രമോദി നിൽക്കുന്ന 2017-18 കാലഘട്ടങ്ങളിൽ നരേന്ദ്രമോദി യഥാർത്ഥത്തിൽ ശിവലിംഗത്തിൽ ഇരിക്കുന്ന തേളാണ്, സ്കോർപ്പിയൻ ഓൺ ദി ശിവലിംഗ് ആണ് എന്ന് ഒരു RSS പ്രവർത്തകൻ പറഞ്ഞതായി കോട്ട് ചെയ്താണ് ശ്രീ ശശി തരൂർ ഒരു ലിറ്ററലി ഫെസ്റ്റിവലിൽ പറഞ്ഞത്. അതിനെതിരെ അതിശക്തമായ പ്രതിഷേധം BJPയുടെ നേതാക്കളുടെ അടുത്തുണ്ടായി. ശ്രീ ശശി തരൂർ പറയുന്നതിന് ഒരു പ്രസക്തിയുണ്ട്. പലപ്പോഴും ശശി തരൂരിനെ കുറിച്ച് ഈ തീവ്ര വലതുപക്ഷക്കാർ അദ്ദേഹത്തിന്റെ ഭാര്യയെ ബന്ധപ്പെട്ട് ഗോസിപ്പുകൾ ഇറക്കാറുണ്ട്. പല അദ്ദേഹത്തിനോട് രാഷ്ട്രീയ എതിരാളികളും അദ്ദേഹം നരേന്ദ്രമോദിയുടെ ഇഷ്ടക്കാരനാണ്, അല്ലെങ്കിൽ അവർ തമ്മിലൊരു രഹസ്യ ധാരണകളുണ്ട്, അദ്ദേഹം BJPയിലേക്ക് പോകുന്നൊക്കെ വ്യാജ പ്രചാരണം പലപ്പോഴും അഴിച്ചുവിടാറുണ്ട്. പക്ഷേ ശ്രീ നരേന്ദ്രമോദിയുടെ ചരിത്രത്തിലെ ഏറ്റവും ഷാർപ്പായ ക്രിറ്റിസിസം, ചിലരതിനോട് യോജിക്കാം വിയോജിക്കാം, പക്ഷേ ഏറ്റവും ഷാർപ്പായ ക്രിറ്റിസിസം ശശി തരൂറാണ് പറഞ്ഞത്. ശശി തരൂർ പറഞ്ഞത് ശിവലിംഗത്തിന്റെ മേളിൽ ഒരു തേളിരിക്കുകയാണ്, അതാണ് ശ്രീ നരേന്ദ്രമോദി. ആ തേളെന്ന് പറഞ്ഞാൽ ഒരു ശിവലിംഗത്തിന്റെ മേളിൽ ഇരുന്നാൽ ഒരിക്കലും ഒരു ചപ്പലെടുത്ത് നമുക്ക് ആ ശിവലിംഗത്തെ അടിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ ഒരു ചൂലെടുത്ത് അതിനെ അടിക്കാൻ കഴിയില്ല. കാര്യം അത് ശിവലിംഗമാണ്, അത് പവിത്രമാണ്, അത് ആദരിക്കപ്പെടുന്ന കാര്യങ്ങളിൽ ഒന്നാണ്. എന്നാൽ ആ തേളിനെ ശിവലിംഗത്തിൽ നിന്ന് മാറ്റണമെന്ന് ആഗ്രഹമുണ്ട്. ആ തേളിനെ കൈവച്ചെടുത്ത് മാറ്റാനും കഴിയില്ല, ആ തേള് കയ്യിൽ കടിക്കും. ആ അവസ്ഥയാണ് ഇന്ത്യയിൽ ശ്രീ നരേന്ദ്രമോദി സൃഷ്ടിച്ചിരിക്കുന്നത്. RSSനടക്കം നരേന്ദ്രമോദിയെക്കുറിച്ച് ഇതാണ് അഭിപ്രായമെന്നാണ് ശ്രീ ശശി തരൂർ ഉന്നയിച്ച വാദഗതി. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടാണ്, അതായത് ശിവലിംഗത്തിലിരിക്കുന്ന തേളാണ് എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ സുപ്രീം കോടതി 2 ദിവസം മുമ്പ് അദ്ദേഹത്തിന് അതിലൊരു റിലീഫ് അനുവദിച്ചിരിക്കുന്നു. ആ കേസ് സ്റ്റേ ചെയ്തിരിക്കുന്നു എന്നുള്ള വാർത്തയാണ്. ശ്രീ ശശി തരൂറിനെ നരേന്ദ്രമോദിക്കെതിരെയുള്ള ഒരു പോരാട്ടത്തിൽ പലരും സംശയിക്കുമ്പോൾ ഓർക്കണം, നരേന്ദ്രമോദിക്കെതിരെയുള്ള ഏറ്റവും വലിയ വിമർശനം വന്നത് ശശി തരൂറിൽ നിന്നാണ്. അപ്പോൾ അത് കോടതി സ്റ്റേ ചെയ്തു. അത് വിമർശനമാണ്, മെറ്റഫറാണ്, ആലങ്കാരികമായി ഉപയോഗിച്ചതാണ് എന്നവർ പറയുകയും മറ്റും ചെയ്തു.
ഇപ്പോൾ അലഹബാദ് ഹൈക്കോടതിയിൽ രാഹുൽ ഗാന്ധിക്ക് എതിരെയുള്ള ഒരു CBI അന്വേഷണത്തിന്റെ വാർത്ത ഒരു വശത്തും, സുപ്രീം കോടതിയിൽ നിന്ന് ശ്രീ ശശി തരൂറിന് ആശ്വാസം ലഭിച്ച വാർത്ത മറുവശത്തുമുണ്ട്. രാഹുൽ ഗാന്ധിയുടെ കേസ് എങ്ങനെ ഡീൽ ചെയ്യുമെന്ന് ഇനിയും കാണാം. ഇനിയും ശശി തരൂറിനെതിരെയുള്ള കേസിന് സെൻട്രൽ ഗവൺമെന്റ് വീണ്ടും മുതിരുവോന്നും നോക്കി കാണേണ്ടിയിരിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ നിലപാടുകൾ കമന്റ് രൂപത്തിൽ ഇടുക. എല്ലാ കമന്റും ഞാനിത് വായിക്കുന്നുണ്ട്. എൻ്റെ വീഡിയോസ് കുറെ കൂടെ മെച്ചമാകാനും ഞാനെന്ന വ്യക്തിക്ക് കൂടുതൽ പഠിക്കാനും ആ കമന്റുകൾ സഹായിക്കും. തീർച്ചയായിട്ടും ഇതിനെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ക്വാളിറ്റിയുള്ള കണ്ടന്റ്, കൂടുതൽ സമയം ഇതിനുവേണ്ടി സ്പെൻഡ് ചെയ്യാനൊക്കെ അത് വലിയൊരു ഉത്തേജനം ഉണ്ടാകും എനിക്ക്. എല്ലാ അത്തരം കമന്റുകളും എന്നെ പ്രചോദിപ്പിക്കുകയും ചെയ്യും. നിങ്ങളുടെ ആ കമന്റ്സ്, നിങ്ങളുടെ ലൈക്സ്, നിങ്ങളുടെ സ്നേഹം, നിങ്ങളുടെ ആദരം, നിങ്ങളുടെ എല്ലാ പോസിറ്റീവ് ക്രിറ്റിസിസം, നെഗറ്റീവ് ക്രിറ്റിസിസം, ഫീഡ്ബാക്ക് ഞാനെന്ന വ്യക്തിയെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും.